ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദശാവതാരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഈ 4 അവതാരങ്ങളെ പറ്റിയും നമ്മൾ കഥയൊക്കെ പറഞ്ഞു. പ്ലേലിസ്റ്റിൽ അത് ദശാവതാരം എന്ന് പറയുന്ന ഫോൾഡറിലാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണേ. അതേപോലെ തന്നെ ഭഗവാൻ വെങ്കടേശ്വര സ്വാമിയുടെ എഴുന്നള്ളത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും പോയെന്ന് കാണണം. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വാമന അവതാരത്തെ പറ്റിയാണ്. ദേവാസുര യുദ്ധമൊക്കെ നടക്കുന്നു. അങ്ങനെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ മഹാബലി ഉൾപ്പെടെയുള്ള ആളുകൾ മരിക്കുന്നു. ആ മരിച്ച ആളുകളെയെല്ലാം, അതായത് അസുരന്മാരെയെല്ലാം അസുര ഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിക്കുകയാണ്. അങ്ങനെ മഹാബലി ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നു തങ്ങൾ മരിച്ചു പോയവരാണ്, തങ്ങളുടെ മഹാഗുരുവായ ശുക്രാചാര്യരാണ് തങ്ങളെ രക്ഷിച്ചതെന്ന്. അങ്ങനെ അവർ ഗുരുവിൽ അഭയം തേടുന്നു. എന്നിട്ട് ഗുരുവിനോട് പറയുന്നു, അങ്ങേക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, ദേവന്മാർ വധിച്ച ഞങ്ങളെ ജീവിപ്പിക്കുന്നതിനു പോലും അങ്ങേക്ക് കഴിവുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്കത് തിരിച്ചു കിട്ടാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആര് പറയുന്നു? ഈ അസുരന്മാരെല്ലാവരും കൂടെ പറയുകയാണ്. ശുക്രാചാര്യർക്ക് വലിയ സന്തോഷമുണ്ടാവുകയും മഹാബലി രാജാവിനോട് പറയുകയാണ്, അങ്ങ് നിരന്തരം യാഗങ്ങൾ ചെയ്യുക, ആ യാഗത്തിൽ കൂടി അങ്ങേക്ക് ദേവന്മാരെ തോൽപ്പിക്കാനുള്ള അതിവിശിഷ്ട വസ്തുക്കളെല്ലാം, അതായത് അമ്പ്, ആവനാഴിയിൽ ഒരിക്കലും ഒടുങ്ങാത്ത ആവനാഴി, ശക്തമായ വില്ലുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങേക്ക് കിട്ടും. അതിൽ കൂടി അങ്ങേക്ക് ദേവന്മാരെ പരാജയപ്പെടുത്തി നമുക്ക് ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാമെന്ന് പറയുന്നു. അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ മഹാബലി ആരാണ്? മഹാബലിയുടെ യഥാർത്ഥ നാമം എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ നാമം ഇന്ദ്രസേനൻ എന്നാണ്. ഞാൻ ഇനി അങ്ങോട്ട് ഇന്ദ്രസേനൻ എന്ന് പറയും. ഇന്ദ്രസേനനാണ് മഹാബലി. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്നാണ്. ഭാര്യയുടെ പേര് വിന്ധ്യാവലി എന്നാണ്. അതുപോലെ നമ്മൾ പഠിച്ചു, നരസിംഹ അവതാരത്തിൽ പ്രഹ്ലാദനെ പറ്റി പഠിച്ചു. പ്രഹ്ലാദൻ പരമ വിഷ്ണു ഭക്തനായിരുന്നു. പ്രഹ്ലാദൻ്റെ മകനാണ് വിരോചൻ. വിരോചൻ്റെ മകനാണ് ഇന്ദ്രസേനൻ. അപ്പോൾ ഇവരെല്ലാം ആരാണ്? പരമ വിഷ്ണു ഭക്തരാണ്. ഇന്ദ്രസേനനാണ് ആര്? മഹാബലി. പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ഇന്ദ്രസേനനായ മഹാബലി. അങ്ങനെ യാഗത്തിൽ കൂടി ധാരാളം വിശിഷ്ട വസ്തുക്കൾ മഹാബലിക്ക്, അതായത് ഇന്ദ്രസേനന് ലഭിക്കുകയാണ്. ഇന്ദ്രസേനൻ അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നു ദേവന്മാരോട്. അങ്ങനെ യുദ്ധം ചെയ്ത് ദേവന്മാരെ എല്ലാം പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ദേവലോകം ഉൾപ്പെടെയുള്ള ലോകം അടക്കി ഭരിക്കുകയാണ് ആര്? ഇന്ദ്രസേനൻ. അങ്ങനെ ദേവന്മാരെല്ലാവരും എന്തു ചെയ്യുന്നു? ഈ അസുരന്മാരുടെ കണ്ണിൽപ്പെടാതെ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ആയി കാട്ടിലൊക്കെ ഇങ്ങനെ ഒളിച്ചു കഴിയുകയാണ്. ദേവമാതാവാണ് അതിഥി. അതിഥിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. തങ്ങളുടെ മകനെ ഓർത്ത് അല്ലെങ്കിൽ മക്കളെ ഓർത്ത് വളരെയധികം ദുഃഖം തോന്നുകയാണ്. അങ്ങനെ അതിഥി എവിടെ ചെല്ലുന്നു? കശ്യപാശ്രമത്തിൽ ചെല്ലുന്നു. കശ്യപാശ്രമത്തിൽ ചെന്ന് കശ്യപ മുനിയെ കാണുന്നു. അപ്പോൾ മുനി പറയുകയാണ്, എന്താണ് അങ്ങേക്ക് ഇത്രയും ദുഃഖം തോന്നുന്നത്? മക്കളെ ഓർത്തിട്ടാണോ ഇത്രയും ദുഃഖം ഭവതിക്ക് തോന്നുന്നതെന്നൊക്കെ കശ്യപ മുനി ചോദിക്കുന്നു. ഉടനെ പറയുന്നു, അങ്ങേക്ക് ഇതിലൊരു വിഷമവും ഇല്ലല്ലോ, അങ്ങേക്ക് ദേവന്മാരും അസുരന്മാരും എല്ലാം ഒരുപോലല്ലേ, പക്ഷേ മാതാവായ എനിക്കങ്ങനെയാണോ? എനിക്ക് എൻ്റെ പുത്രന്മാരെ ഓർത്ത് വളരെയധികം ദുഃഖം തോന്നുന്നു. എങ്ങനെയെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളെല്ലാം തിരികെ കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കശ്യപ മുനി പറയുകയാണ്, ഇതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭഗവാനെ ഭജിക്കുക, നാരായണനെ ഭജിക്കുക, ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു മാർഗമെന്ന് പറയുന്നു. ഉടനെ അതിഥി മാതാവ് പറയുകയാണ്, ഞാൻ നിരന്തരം ഭഗവാനെ ഭജിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഞാനിനി എന്ത് ചെയ്യാനാ?
എന്നിട്ടും ഭഗവാൻ എൻ്റെ വിളിയൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ കശ്യപ മുനി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചു തന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്രതമുണ്ട്. ആ വ്രതം അവിടുന്ന് അനുഷ്ഠിക്കുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഏതാണ് ആ വ്രതമെന്ന്. പയോവ്രതം. ഫാൽഗുന മാസത്തിൽ ആണ് ഈ പയോവ്രതം അനുഷ്ഠിക്കേണ്ടത്. 12 ദിവസമാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരാം, എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത്, പയോവ്രതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അപ്പം പയോവ്രതം അനുഷ്ഠിക്കാനായിട്ട് കശ്യപ മുനി പറഞ്ഞു കൊടുക്കുന്നു. 12 ദിവസം പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുകയും പാൽപ്പായസം നിവേദ്യം നടത്തുകയും ഒക്കെ ചെയ്യണം. ആ രീതിയിൽ വ്രതം അനുഷ്ഠിക്കണമെന്ന് കശ്യപ മുനി അതിഥി മാതാവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മാതാവിനെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ എല്ലാ ഐശ്വര്യത്തോടും കൂടി ദേവി ആ വ്രതം അനുഷ്ഠിക്കുന്നു. അങ്ങനെ 12 ദിവസം കഴിയുമ്പോൾ അതിഥി ദേവിയുടെ മുമ്പിൽ, അതിഥി മാതാവിൻ്റെ മുമ്പിൽ ആര് പ്രത്യക്ഷപ്പെടുന്നു? ചതുർബാഹ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ചോദിക്കുന്നു എന്താണ് അവിടത്തേക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. ഉടനെ കാര്യം പറയുന്നു, എന്താണ് വേണ്ടതെന്ന് പറയുന്നു. ഉടനെ പറയുന്നു, ഇപ്പോൾ ഉടനെ എനിക്കത് തരാൻ കഴിയുകയില്ല. കാരണം അസുര രാജാവായ ഇന്ദ്രസേനനും എൻ്റെ പരമഭക്തനാണ്. അതുകൊണ്ട് അവിടുന്ന് കാത്തിരിക്കൂ, ഞാൻ അവിടുത്തെ മകനായി ജനിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഈ വിവരം യാതൊരു കാരണവശാലും ആര് ചോദിച്ചാലും പറയരുത്. ഇനി അവിടുന്ന് അങ്ങോട്ടും പറയരുത്, ഇനി ആരെങ്കിലും ചോദിച്ചാലും പറയരുത് എന്ന് പറയുന്നു. കാരണം ഒരഹങ്കാരം ആ സ്ത്രീ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരോടും പറയും മാതാവ്, ഞാൻ പ്രാർത്ഥിച്ചു, വ്രതമെടുത്തു, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു, ഭഗവാൻ എൻ്റെ വയറ്റിൽ മകനായി പിറക്കുന്നു എന്ന രീതിയിൽ അഹങ്കാരത്തിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മുൻകൂട്ടി ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അതിഥി ദേവിക്ക് ഭഗവാൻ ഉണ്ണിയായി പിറക്കുകയാണ്. ഉണ്ണിയായി പിറക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള ദേവന്മാരവിടെ പ്രത്യക്ഷപ്പെടുകയും ഭഗവാന് മംഗളം പാടുകയും ചെയ്യുന്നു. ചതുർബാഹ രൂപത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. ജനിച്ച ഉടനെ തന്നെ ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അത് എത്ര വയസ്സുള്ള ബ്രാഹ്മണ ബാലനാണ്? അതായത് ഉപനയന പ്രായത്തിലുള്ള ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലേക്കാണ് മാറുന്നത്. കശ്യപ മുനിയും ബൃഹസ്പതി, അതായത് ദേവഗുരുവായ ബൃഹസ്പതിയും ചേർന്ന് ഭഗവാന് ഉപനയനത്തിനുള്ള ചടങ്ങുകളെല്ലാം നടത്തുകയാണ്. അപ്പോൾ ഉപനയനം നടത്തി കഴിയുമ്പം ബ്രാഹ്മണ ബാലന് ഒരു ഭിക്ഷ കൊടുക്കണം. ആ ഭിക്ഷ കൊടുക്കുന്നത് ആരാണ്? സാക്ഷാൽ അന്നപൂർണേശ്വരിയാണ് ഭിക്ഷ നൽകുന്നത്. അതുപോലെ സൂര്യഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കണം. സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവൻ തന്നെയാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. പൂണൂൽ കൊടുക്കുന്നത് ആരാണ്? ബൃഹസ്പതിയാണ്. അങ്ങനെ എല്ലാ ദേവീദേവന്മാരുടെയും കാർമ്മികത്വത്തിൽ വാമനകുമാരന് എന്ത് സംഭവിക്കുന്നു? ഉപനയനം നടക്കുന്നു. അങ്ങനെ വാമന രൂപത്തിലുള്ള ആ ബാലൻ എങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്? മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് മഹാബലി അല്ല, ആരാണ്? ഇന്ദ്രസേനനാണ്. എവിടെയാണ് ഇന്ദ്രസേനൻ യജ്ഞം നടത്തുന്നത്? നർമ്മദ നദിയുടെ തീരത്താണ് യജ്ഞം നടത്തുന്നത്. അവിടേക്ക് എത്തുന്നു. ഇന്ദ്രസേനൻ്റെ പത്നിയുടെ പേര് വിന്ധ്യാവലി. അപ്പോൾ വിന്ധ്യാവലിയോട് ചേർന്ന് ശുക്രാചാര്യർ ഉൾപ്പെടെയുള്ള അസുരന്മാരുടെ കൂടെയാണ് ആര് യാഗം നടത്തുന്നത്? ഇന്ദ്രസേനൻ ഈ യാഗം നടത്തുന്നത്. അങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ യാഗശാലയിലേക്ക് ഈ ബ്രാഹ്മണ ബാലൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ തേജസ്വിയായ ഒരു ബ്രാഹ്മണനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പത്നിയോടൊപ്പം മഹാബലി വരികയും ഇന്ദ്രസേനൻ വരികയും പാദം കഴുകി ആ തീർത്ഥമൊക്കെ തലയിൽ തളിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ചോദിക്കുന്നു, സ്വാഗതമൊക്കെ അരുളി നമസ്കരിച്ചതിന് ശേഷം ചോദിക്കുകയാണ്, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം എൻ്റേതാണ്, ഈ ത്രിലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റേതാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് ഇന്ദ്രസേനൻ പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വന്തമാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. ഇത്തിരി അഹങ്കാരമുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും നിർബന്ധിക്കുകയാണ്, പറ്റില്ല, അങ്ങനെ വെറും കയ്യോടെ മടങ്ങാൻ പറ്റില്ല, എന്തെങ്കിലും ചോദിച്ചേ മതിയാകൂ എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 3 അടി മണ്ണ് ഞാൻ ഈ യാഗശാലയിൽ നിന്നും അളന്നെടുത്തുകൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഇതെന്താണ് ഒരു വലിയ വൃദ്ധന്മാരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? അങ്ങ് വെറും ബാലനല്ലേ? ബാലനായ അങ്ങ് ഇത്രയും ബാലിശമായ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്നെയും എൻ്റെ കുലത്തെ പറ്റിയും ആളുകൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട്
കുറച്ചും കൂടെയൊക്കെ ചോദിക്കൂ, ഞാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുന്നു. അപ്പോൾ ശുക്രാചാര്യർക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയും ശുക്രാചാര്യരെ ധ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശുക്രാചാര്യർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? വാമന രൂപത്തിൽ ചതുർബാഹു രൂപത്തിലായ മഹാവിഷ്ണുവാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി മഹാബലിയോട് അല്ലെങ്കിൽ ഇന്ദ്രസേനനോട് പറയുന്നു, അരുത്, അങ്ങ് വാക്കൊന്നും പാലിക്കരുത്, കൊടുക്കരുത്, കൊടുത്താൽ ദേ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുപോകും എന്ന് പറയുന്നു. അന്നേരം പറയുന്നു, അതെന്താണ് അങ്ങ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് മഹാവിഷ്ണുവാണ് അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ഒരു കാരണവശാലും അങ്ങ് കൊടുക്കരുതെന്ന് പറയുന്നു. ഉടനെ മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കിയ മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഭഗവാനാണെന്നറിയാതെയാണ് നമ്മൾ പാദങ്ങളൊക്കെ കഴുകിയത്, ഇനി നമ്മൾക്ക് ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് സേവനം ചെയ്യാം, എന്നിട്ട് അങ്ങേക്ക് വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്യാമെന്ന് പറയുന്നു. ഉടനെ പറഞ്ഞു, ശുക്രാചാര്യർ വീണ്ടും വിലക്കുകയാണ്. അന്നേരം മഹാബലി വീണ്ടും എന്ത് ചെയ്യുന്നു? ഇന്ദ്രസേനൻ പറയുന്നു, പറ്റില്ല, എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്ന് പറയുന്നു. അന്നേരം ശുക്രാചാര്യർ ദേഷ്യപ്പെട്ട് ശപിക്കുന്നു, ഇതെല്ലാം നിനക്ക് നഷ്ടപ്പെടും, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. പക്ഷെ അതൊന്നും ആരനുസരിക്കുന്നില്ല, ഇന്ദ്രസേനൻ അനുസരിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഭാര്യാസമേതനായി എന്ത് ചെയ്യുന്നു? ഭഗവാന് കാലൊക്കെ കഴുകി എല്ലാ സ്വാഗതങ്ങളും അരുളുന്നു. അങ്ങനെ അരുളിയതിന് ശേഷം അങ്ങ് അളന്നെടുത്തുള്ളൂ എന്ന് പറയുന്നു. ഉടനെ വാമന രൂപത്തിലുള്ള ഭഗവാൻ ആകാശമുട്ട വളരുകയും ഒറ്റടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തടി കൊണ്ട് സ്വർഗവും പാതാളവും അളക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നു, ഇനി മൂന്നാമത്തടി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തരാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും തൻ്റെ ശരീരം എന്ന് പറയുന്ന ഒരു അഹങ്കാരം ആർക്കുണ്ട്? ഈ ഇന്ദ്രസേനന് ഉണ്ട്. അപ്പോഴേക്കും ഗരുഡൻ അവിടെ പറന്നെത്തുകയും വരുണാസ്ത്രം കൊണ്ട് ആ ശരീരം ചുറ്റി വരികയും ചെയ്യുന്നു. അപ്പോൾ ശരീരം എന്ന് പറയുന്ന ആ ഒരു ബോധവും ഇന്ദ്രസേനന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇന്ദ്രസേനൻ വീണ്ടും പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ ഈ ശിരസ് മാത്രമേ ഉള്ളൂ, അവിടേക്ക് അത് അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ശിരസ് കുനിച്ച് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ തൃപ്പാദം ആ ശിരസിലേക്ക് വെച്ചിട്ട് മഹാബലിയെ അല്ലെങ്കിൽ ഇന്ദ്രസേനനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് വാമന രൂപത്തിലുള്ള ഭഗവാൻ പറയുകയാണ്, ഇന്ദ്രസേന, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ദേവന്മാർ പോലും കൊതിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ അങ്ങേക്ക് തരാൻ പോകുന്നത്. അതായത് സുതലം എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് ഞാൻ അങ്ങേ അയക്കുകയാണ്. ആ ലോകത്ത് അങ്ങയുടെ ബന്ധുമിത്രാദികളോടുകൂടി പോയി ജീവിക്കുക. ആ സുതലം എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങ് ഭാര്യാസമേതനായി രാജാവായി വാണരുളുക. അങ്ങയുടെ ഭൃത്യനായി ഞാൻ അങ്ങയെ കാത്തുകൊള്ളാം. അങ്ങേക്ക് യാതൊരു ആപത്തും കൂടാതെ അവിടുത്തെ ദ്വാരപാലകനായി ഞാൻ നിന്ന് അവിടുത്തെ കാത്തുകൊള്ളാം. ഇപ്പോൾ അങ്ങേക്ക് സ്വർഗം തന്നാൽ അത് താൽക്കാലികമാണ്. അതുകൊണ്ട് സ്ഥിരമായ ഒരു പദവിയാണ് ഞാൻ അങ്ങേക്ക് തരുന്നത്. ദേവന്മാർ പോലും ഈ സുതലം എന്ന് പറയുന്ന ലോകത്ത് എത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവർക്ക് പോലും എത്താൻ സാധിക്കാത്ത ആ പവിത്രമായ ലോകത്തിലേക്കാണ് ഞാൻ അങ്ങയെ അയക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അപ്പോഴേക്കും പ്രഹ്ലാദൻ അവിടേക്ക് ഓടി വരികയാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഭഗവാനെ അങ്ങ് ഒരിക്കലും എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ പൗത്രനായ ഇന്ദ്രസേനനെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു, ഞങ്ങളുടെ വംശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രഹ്ലാദൻ ഉൾപ്പെടെ ഭഗവാനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഏറ്റവും വലിയ സ്ഥാനമാണ് ഞാൻ ഇന്ദ്രസേനന് കൊടുത്തിരിക്കുന്നത്. കാരണം ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരുവനെയാണോ ഭഗവാൻ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടുള്ളത്, അവൻ്റെ എല്ലാ സുഖങ്ങളും അവനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ ആദ്യം തന്നെ എന്തു ചെയ്യും? നശിപ്പിക്കും. അതിനുശേഷമാണ് ഭഗവാൻ അയാളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നശിച്ചു കഴിയുമ്പോൾ ഇപ്പം സ്വന്തമായി നമുക്ക് കുറേ അഹങ്കാരങ്ങളുണ്ടാവും. നമുക്കതുണ്ട്, ഇതുണ്ട്, നമുക്ക് ബന്ധുക്കളുണ്ട്, അവരുണ്ട്, വീടുണ്ട്, കുറേ വസ്തുക്കളുണ്ട്, എനിക്ക് കുറേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ മിടുക്കിയാണ്, ഇങ്ങനെയൊക്കെയുള്ള അഹങ്കാരങ്ങളുണ്ടാവും. ഈ അഹങ്കാരങ്ങളെല്ലാം നശിച്ച്, അതായത് നമുക്ക് സ്വന്തമായെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇല്ലാതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനാണ് ശരണം എന്ന് പറയും. ആ സമയത്താണ്
ഭഗവാൻ ആരെ അനുഗ്രഹിക്കുന്നത്? ഒരു യഥാർത്ഥ ഭക്തനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യും? സെക്കൻഡറി സ്ഥാനത്താണ് നിർത്തുന്നത്. കാരണം ഇവരൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എൻ്റെ വസ്തു, എൻ്റെ ഭൂമി, ഇല്ലേ, എൻ്റെ ജോലി, പണം, ഇതെല്ലാമാണ് എനിക്ക് പ്രിഫറൻസ്. ആ പ്രിഫറൻസ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇതെല്ലാം എൻ്റെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആരെ വിളിക്കുന്നത്? ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്താണ്? നമ്മുടെ കാവൽക്കാരാണോ? നമുക്കിതൊക്കെ സംരക്ഷിച്ച് തരുന്ന ജോലിയാണോ ഭഗവാനുള്ളത്? അല്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം നശിപ്പിക്കും. അതിനുശേഷം നമ്മളപ്പോൾ എന്തു പറയും? ഭഗവാനെ, ഇനി എനിക്ക് ആരുമില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ ശരണം എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും. അപ്പോൾ നമ്മൾ എന്തു പറയും? ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ട് നേടിയതല്ല, എനിക്കൊന്നുമില്ലാതിരുന്ന സമയത്ത് ഭഗവാൻ എനിക്ക് തന്നതാണ്. ഇനി ആ തന്നതിലും നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ വീണ്ടും ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ ഒന്നുമില്ലാത്തവനാക്കും. വീണ്ടും നമ്മൾ ഭഗവാനെ വിളിച്ചാൽ, ശരണം പ്രാപിച്ചാൽ ഭഗവാൻ വീണ്ടും എന്ത് ചെയ്യും? നമുക്ക് തരും. അതുകൊണ്ടാണ് യഥാർത്ഥ ഭക്തരെ പലപ്പോഴും ഭഗവാൻ എന്ത് ചെയ്യുന്നത്? പരീക്ഷിക്കുന്നത്. നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഈ ഭഗവാനെ ഞാൻ ഇത്രയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഈ ദുഃഖം മാത്രം തരുന്നത്? എനിക്കൊന്നും തരുന്നില്ലല്ലോ ഭഗവാൻ എന്ന് വിചാരിക്കും. എൻ്റെ അയലത്തുകാരന് നിറച്ചു പണം കൊടുത്തല്ലോ, അല്ലെങ്കിൽ അവന് നല്ല വീടുണ്ടല്ലോ, കാറുണ്ടല്ലോ, സുഖസൗകര്യങ്ങളുണ്ടല്ലോ, ഞാനിങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഭഗവാൻ എനിക്കൊന്നും തരുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇന്ദ്രസേനന് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഭഗവാൻ അങ്ങ് തിരിച്ചെടുത്തു. അതിനുശേഷം ഭഗവാൻ എന്താണ് കൊടുത്തത്? യഥാർത്ഥ ഭക്തനായ ഇന്ദ്രസേനന് സുതലം, ദേവന്മാർ പോലും കുതിക്കുന്ന ലോകമാണ് സുതലം. സ്വർഗത്തിലെത്താനുള്ള വഴി വേദങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ സുതലത്തിലെത്താനുള്ള വഴി ഒരു പുസ്തകത്തിലും പറയുന്നില്ല. അവിടെ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ആ ലോകത്ത് നമ്മൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് ആ ലോകത്തിലേക്കാണ് മഹാരാജാവായി ആരെ അയച്ചത്? ഇന്ദ്രസേനനെ അയച്ചത്. അങ്ങനെ ഭഗവാൻ ഒരു മഹത്തായ ബലി നൽകിയത് കൊണ്ടാണ്, അതായത് മഹത്തായ ഒരു ത്യാഗം നൽകിയത് കൊണ്ടാണ് ഇന്ദ്രസേന മഹാരാജാവിന് മഹാബലി എന്ന പേര് വന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജനിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നല്ലായിരുന്നു, ഇന്ദ്രസേനൻ എന്നായിരുന്നു. പ്രഹ്ലാദൻ്റെ മകനായ വിരോചൻ്റെ മകനാണ് ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ്റെ ഭാര്യയാണ് വിന്ധ്യാവലി. ഇതാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതായത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ആരവതരിച്ചത്? വാമനൻ. വാമന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത് തിരുവോണം, ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ പിറന്നാളാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. അപ്പോൾ വാമനാവതാരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത അവതാരം നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മുമ്പിലത്തെ കഥകളെല്ലാം കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുക. അതുപോലെ പ്ലേലിസ്റ്റിൽ ഞാൻ കഥകൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ധാരാളം ഭഗവാന്റെ കഥകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കുക. ഹരേ കൃഷ്ണ.